ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ മകനും BCCI സെക്രട്ടറിയുമായ ജയ് ഷാ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ICCയുടെ ചെയർമാനായി സ്ഥാനമേറ്റത് കഴിഞ്ഞ ദിനം രാത്രിയാണ്. എതിരില്ലാതെയായിരുന്നു അദ്ദേഹം ICC തലവനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 2 ടേമിന് ശേഷം സ്ഥാനമൊഴിയുന്ന ഗ്രെഗ് ബാർക്ലേക്ക് പകരക്കാരനായിട്ടാണ് ജയ് ഷാ ICCയുടെ ചെയർമാനായി തലവനായി എത്തുന്നത്. ICCയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാനായിട്ടാണ് ജയ് ഷായുടെ ഈ ഒരു സ്ഥാനാരോഹണം. നേരത്തെ തന്നെ ജയ് ഷായ്ക്ക് ക്രിക്കറ്റ് ഓസ്ട്രേലിയയും അതുപോലെ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ജനുവരിയിൽ ഇന്തോനേഷ്യയിലെ ബാലിയിൽ നടന്ന ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ വാർഷിക ജനറൽ ബോഡി യോഗവും ജയ് ഷായെ ICCയുടെ അടുത്ത ചെയർമാനായി നാമനിർദ്ദേശം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ 2019 വരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ മകൻ എന്ന ലേബലിനപ്പുറം മറ്റൊരു വിശേഷണങ്ങളൊന്നും അധികം ചാർത്തപ്പെട്ടിട്ടില്ലാതിരുന്ന അമിത് ഷായുടെ ജയ് ഷായുടെ ഈ 5 കൊല്ലത്തിനിടയിലുള്ള ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി വളർന്ന വളർച്ച വിസ്മയകരമാണ്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ICCയുടെ ചരിത്രത്തിലെ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാനായി മാറിയ ജയ് ഷാ ഈ 35 വയസ്സിനുള്ളിൽ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി അദ്ദേഹം മാറിയ കഥ 2019 സൗരവ് ഗാംഗുലി BCCI പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിയപ്പോഴായിരുന്നു ആ സമയത്ത് സെക്രട്ടറിയായി ജയ് ഷാ ആദ്യമെത്തുന്നത്. അങ്ങനെയൊരു നീക്കത്തിന് പിന്നിൽ അന്ന് ചരട് വലിച്ചത് ജയ് ഷായുടെ പിതാവും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായ അമിത് ഷാ ആണെന്നായിരുന്നു ക്രിക്കറ്റ് ലോകത്തെയും രാഷ്ട്രീയ ലോകത്തെയും പ്രധാന ചർച്ചാ വിഷയവും സംസാരവും ആ സമയത്ത്. ക്രിക്കറ്റ് ലോകത്തെ നെപ്പോ കിഡ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അന്ന് രൂക്ഷമായി ജയ് ഷായ്ക്ക് നേരെ ഉയർന്നിരുന്നു. എങ്കിലും അതിനോടൊക്കെയും ജയ് ഷാ ആ സമയത്ത് ഇത്തരം വിമർശനങ്ങളോട് പ്രതികരിക്കാതെ നിൽക്കുകയായിരുന്നു അദ്ദേഹം. പലപ്പോഴും ജയ് ഷാ ക്രിക്കറ്റ് പ്രേമികൾ എമ്പാടും ട്രോളുന്ന ഒരു ട്രോളബിൾ മെറ്റീരിയലായി മാറുകയും ചെയ്തിരുന്നു ആ കാലത്ത്. ജയ് ഷാ ഏതോ ഒരു ഗ്രൗണ്ടിൽ ബാറ്റുമായി നിൽക്കുന്ന ക്രിക്കറ്റ് കളിക്കുന്ന വീഡിയോ അന്ന് പരിഹാസ ശരമേറ്റു വാങ്ങിയിരുന്നു. ജയ് ഷാ മീമുകൾ വ്യാപകമായിരുന്നു ആ സമയത്ത്. എന്നാൽ ആ സമയത്തും അതൊന്നും മൈൻഡ് ചെയ്യാതെ, പ്രതികരിക്കാതെ, വിമർശനങ്ങളെ ഒട്ടും മൈൻഡ് ചെയ്യാതെ നിന്ന ജയ് ഷാ പക്ഷേ അടുത്ത വളർച്ചയിലേക്കുള്ള ചവിട്ടുപടികൾ കയറുന്ന തിരക്കിലായിരുന്നു ആ നേരം. 2019 BCCI സെക്രട്ടറി ആവുന്നതിനും 10 വർഷം മുമ്പ് 2009 വെറും 21 വയസ്സുള്ളപ്പോഴാണ് രാജ്യത്തെ ഏറ്റവും പ്രബലനായ രാഷ്ട്രീയ നേതാവായ അമിത് ഷായുടെ മകൻ ജയ് ഷാ ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പറായി ആ സമയത്ത് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അന്ന് നരേന്ദ്ര മോഡിയാണ് അവരുടെ അസോസിയേഷൻ പ്രസിഡന്റ്. പിതാവട്ടെ നമുക്കറിയാം അമിത് ഷാ അന്നും ഇന്നും മോഡിയുടെ വലങ്കൈയാണ്. ജയ് ഷായുടെ ക്രിക്കറ്റ് പശ്ചാത്തലം അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് നിരാശ മാത്രമാവും ഫലം എന്നത് മറ്റൊരു സത്യമാണ്. അവിടെ നിന്നും വെറും 4 വർഷത്തിനുള്ളിൽ ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറിയായി ജയ് ഷാ വളരുന്നു. ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ആയിരിക്കെ തന്നെ BCCIയുടെ ഫിനാൻസ് മാർക്കറ്റിംഗ് കമ്മിറ്റികളിലും ആ സമയത്ത് ജയ് ഷാ അംഗമായി മാറുന്നു. ഏതാണ്ട് ഇക്കാല അളവിൽ തന്നെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം പണിയാൻ മുൻകൈയെടുത്തതും ജയ് ഷായ്ക്ക് വലിയ മതിപ്പ് നേടിക്കൊടുത്തിരുന്നു ആ സമയത്ത് ക്രിക്കറ്റ് ലോകത്ത്. 1,32,000 പേർക്ക് ഇരിക്കാവുന്ന ആ സ്റ്റേഡിയത്തിൽ നമസ്തേ ട്രംപ് പരിപാടി അടക്കം ആ സമയത്ത് നടന്നത് ശ്രദ്ധ നേടിയിരുന്നു. പിന്നീട് പൊടുന്നനെ 2019 BCCI സെക്രട്ടറി സ്ഥാനത്തേക്ക് ജയ് ഷാ നിയമിക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നിരവധി രാജ്യങ്ങൾ നമുക്കറിയാം ക്രിക്കറ്റ് കളിക്കുന്നുണ്ടെങ്കിലും ക്രിക്കറ്റിനെ ഏറ്റവും നല്ല രീതിയിൽ കമ്പോളവൽക്കരിക്കപ്പെടുന്നത്, മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് ഇന്ത്യയിലാണ് നമുക്കറിയാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് IPL എന്നും നമുക്കറിയാം. IPL സംഘടിക്കപ്പെടുന്ന 2 മാസം ഒരു ഉത്സവ പ്രതീതിയാണ് ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. കോവിഡ് ലോകമാകെ ആഞ്ഞടിച്ച 2020 കർശനമായ ബയോ ബബിളിൽ UAEയിൽ IPL നടന്നത് ജയ് ഷായുടെ തീരുമാനപ്രകാരമായിരുന്നു. 2022 IPLന്റെ മീഡിയ റൈറ്റ്സ് റെക്കോർഡ് തുകയായ 48,390 കോടിക്ക് വിറ്റുപോയതും ജയ് ഷായുടെ തൊപ്പിയിലെ പൊൻതൂവലായി മാറുന്നു. ഈ ഡീൽ IPLനെ ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമേറിയ 2ാമത്തെ കായിക ഇവന്റാക്കി മാറ്റുന്നു. ഇവയ്ക്ക് പുറമെ മാച്ച് ഫീസ് വർധനവ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ മാച്ച് ഫീസ് എന്നിവയും ജയ് ഷായുടെ കാലഘട്ടത്തിൽ ഉണ്ടായ പ്രധാന തീരുമാനങ്ങളാണ്. ഇത്തരത്തിൽ സാമ്പത്തികമായി ഏറെ മുന്നേറുന്ന ഒരു ബോർഡ് എന്ന നിലയിൽ BCCIക്ക് ICCയിൽ ഉള്ള സ്വാധീനം വളരെ വലുതാണ്. ഇതും കൂടിയാണ് ജയ് ഷായുടെ ഇപ്പോഴത്തെ ICC ചെയർമാനായിട്ടുള്ള എതിരില്ലാത്ത തെരഞ്ഞെടുപ്പിന് കാരണം എന്നാണ് ക്രിക്കറ്റ് ലോകം വിലയിരുത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വെറും 21 വയസ്സുള്ളപ്പോൾ ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷനിൽ തുടങ്ങിക്കൊണ്ട് 31ാമത്തെ വയസ്സിൽ BCCIയുടെ തലപ്പത്ത് എത്തിക്കൊണ്ട് വെറും 4 വർഷത്തിനുള്ളിൽ ICC അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയ ജയ് ഷായുടെ വളർച്ചയുടെ വലിപ്പം പോലെ തന്നെ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളും കേസുകളും ഒരു സമയത്ത് ചർച്ചയായിരുന്നു.
2017 ഒക്ടോബറിലെ ഒരു ലേഖനത്തിൽ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിനു ശേഷം ജയ്ഷായുടെ കമ്പനിയുടെ വരുമാനം 16,000 മടങ്ങ് വർദ്ധിച്ചുവെന്ന് ആ സമയത്ത് റിപ്പോർട്ട് ചെയ്ത ദി വയറിന്റെ എഡിറ്റർമാർക്കെതിരെ ജയ്ഷ ക്രിമിനൽ മാനനഷ്ട കേസും 100 കോടി രൂപയുടെ സിവിൽ വ്യവഹാരവും ഫയൽ ചെയ്തത് വലിയ രീതിയിൽ തന്നെ വാർത്തയായിരുന്നു ആ സമയത്ത്. എന്നാൽ ഇതിനിടയിലും 2019 BCCIയുടെ താക്കോൽ സ്ഥാനത്തിരുന്ന ജയ്ഷ 2 വർഷത്തിനുള്ളിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്ന വാർത്തയും പിന്നീട് നമ്മൾ കാണുകയുണ്ടായി. ഇതിനിടെ BCCIയുടെ ഭരണഘടനയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ജയ്ഷ ഉൾപ്പെടെയുള്ളവർക്ക് അധികാരത്തിൽ തുടരാനുള്ള അവസരം ഒരുങ്ങിയതും നമ്മൾ കാണുകയുണ്ടായി. ഇത് വിവാദമായെങ്കിലും സുപ്രീം കോടതിയും അംഗീകാരം നൽകിയതോടെ ചർച്ചകൾ ഇല്ലാതാവുന്നു. 2022 കൂടെ പ്രസിഡന്റായി അധികാരമേറ്റ സൗരവ് ഗാംഗുലിക്ക് പിൻഗാമിയായി മുൻ ലോകകപ്പ് ഹീറോ റോജർ ബിന്നി BCCI അധ്യക്ഷനായെങ്കിലും സെക്രട്ടറി പദവിയിൽ ഒരാളെയും മാറ്റിയിരുത്താതെ ജയ്ഷ തന്നെ തുടരുന്നു ആ സമയത്ത്. ഇക്കാലത്തെല്ലാം പതിയെ ജയ്ഷ ഇന്ത്യൻ ക്രിക്കറ്റിലെ അനിഷേധ്യ ശക്തിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിനിടെ ഇന്ത്യയിൽ നടന്ന ക്രിക്കറ്റ് ലോകകപ്പ് ഉൾപ്പെടെയുള്ളവ ജയ്ഷയുടെ നേതൃമികവിന്റെ അടയാളമായി മാറിയതോടെ പതിയെ ജയ്ഷയുടെ വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ ശക്തി വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വെറുമൊരു ക്രിക്കറ്റ് മേധാവി എന്നതിനപ്പുറം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ആഭ്യന്തര കാര്യങ്ങളിലടക്കം നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതും നമ്മൾ കണ്ടു. ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാൻ മടിച്ചു നിന്ന ശ്രേയസ് അയ്യരെയും ഇഷാൻ കിഷനെയും താക്കീത് ചെയ്യുന്നതും കരാറിൽ നിന്നടക്കം മാറ്റി നിർത്തുന്ന കാഴ്ചയും ഇക്കാലയളവിൽ നമ്മൾ കണ്ടു. ഇക്കാലങ്ങളിലായി അമിത്ഷായുടെ മകൻ എന്ന ലേബലിൽ നിന്നും ജയ്ഷ എന്ന ഒറ്റക്കൊരു ബ്രാൻഡിലേക്കും അദ്ദേഹം മാറുകയായിരുന്നു. ഇപ്പോഴത്തെ അദ്ദേഹം ICC ചെയർമാൻ സ്ഥാനവും അദ്ദേഹത്തിന്റെ അടുത്ത് എത്തി നിൽക്കുകയാണ്. ക്രിക്കറ്റിനൊരു പുതിയ ദിശ നൽകുക എന്നതിന് ഉൾപ്പെടെയുള്ള ദൗത്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട്. 2028 അടുത്ത ഒളിമ്പിക്സിൽ ക്രിക്കറ്റും ഒരു ഭാഗമാണ്. അതിനു മുൻപ് ക്രിക്കറ്റിനെ കൂടുതൽ രാജ്യങ്ങളിലേക്ക് എത്തിക്കേണ്ട ചുമതല ജയ്ഷയ്ക്കുണ്ട്. ICCയുടെ പ്രവർത്തന നടത്തിപ്പുമായി ബന്ധപ്പെട്ട പല വിമർശനങ്ങളും ഈ സമയത്ത് അംഗങ്ങളിൽ നിന്നും ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ പ്രവർത്തന ബജറ്റ് മുൻപ് നിശ്ചയിച്ചിരുന്ന $20 മില്യൺ മുകളിൽ എത്തിയതിനെ കൊളംബോയിൽ അടുത്തിടെ നടന്ന ICC യോഗത്തിൽ പലരും വിമർശിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെയും കുറ്റമറ്റ രീതിയിൽ പരിഹരിച്ചുകൊണ്ട് ക്രിക്കറ്റിനെ ഒരു ആഗോള ബ്രാൻഡാക്കി മാറ്റുക എന്നതാണ് ഇനി ജയ്ഷയ്ക്ക് മുന്നിലുള്ള ദൗത്യം. നേരത്തെ ഇന്ത്യയിൽ നിന്നും 2 പേർ ICC ചെയർമാൻ സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട്. 2014 മുതൽ 15 വരെ N ശ്രീനിവാസൻ, ശശാങ്ക് മനോഹർ 2015 മുതൽ 2020 വരെ ഇവരാണ് ചെയർമാൻ സ്ഥാനത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാർ. ICC പ്രസിഡന്റ് സ്ഥാനത്തും ഇതിനു മുമ്പ് 2 ഇന്ത്യക്കാരുണ്ടായിരുന്നു. ജഗ്മോഹൻ ഡാൽമിയ 97 മുതൽ 2000 വരെയും ശരത് പവാർ 2010 മുതൽ 12 വരെയും പ്രസിഡന്റുമാരായിരുന്നു. അവരെക്കാളൊക്കെ ഉയരത്തിൽ ജയ്ഷയുടെ ഭരണകാലം ക്രിക്കറ്റിനെ എത്തിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.